നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് അല്ലാതെ ജർമ്മനിയിൽ സ്കോപ്പുള്ള ഫീൽഡ്സ് പാർട്ട് 1 ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ആൻഡ് റിസർച്ച്. ശരിയാണ്, നഴ്സിംഗ് ഇസ് ദി ഈസിയസ്റ്റ് വേ ടു മൈഗ്രേറ്റ് ടു ജർമ്മനി ഓർ എനി അതർ വെസ്റ്റേൺ കൺട്രി ഫോർ ദാറ്റ് മാറ്റർ. അതിലൊരു സംശയമില്ല. പക്ഷെ നഴ്സിംഗിന് മാത്രമേ സ്കോപ്പ് ഉള്ളൂ എന്ന് കരുതി കുട്ടികൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ നഴ്സിംഗ് എടുത്ത് റിഗ്രറ്റ് ചെയ്യുന്ന സ്റ്റോറീസ് ഒത്തിരി കേൾക്കുന്നുണ്ട്. സോ വാട്ട് ആർ യുവർ അതർ ഓപ്ഷൻസ്? പാർട്ട് 1 ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെയുള്ള അധികം ആരും സംസാരിക്കാത്ത ഒരു ഫീൽഡാണ് മിഡ് വൈഫറി ഓർ ഹെബാമി ഇൻ ജർമ്മൻ. ഇതൊരു ഡുവൽ ഡിഗ്രി ആണ്, ഹൗസ് ബിൽഡിംഗ് അല്ല. ബട്ട് യു ഗെറ്റ് പെയ്ഡ് വൈൽ സ്റ്റഡിങ്. ജർമ്മനിയിൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയ ഒരു ഗൈനക്കോളജിസ്റ്റിനെ മാത്രമല്ല, ഒരു മിഡ്വൈഫിനെ കൂടെ നോക്കണം. ഒരു മിഡ്വൈഫ് അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് നല്ല പാടാണ്. ഗൈനക്കോളജി ഇവിടെ ഡിമാൻഡ് ഉള്ള ഒരു ഫീൽഡാണ് അക്രോസ് ദ ബോർഡ്, ഫ്രം ഡോക്ടേഴ്സ് ടു മിഡ്വൈഫ്സ് ടു എവറിഥിങ് ഇൻ ബിറ്റ്വീൻ. ഈ മിഡ്വൈഫ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി കൂടെ കാണും. മിഡ്വൈഫിന്റെ ജോലി ഈസ് ആൻസറിങ് പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഹൗസ് വിസിറ്റ്സ്, ചെക്കപ്സ്, ബർത്ത് ക്ലാസ് കൊടുക്കണം, ലേബർ ആൻഡ് ഡെലിവറി അറ്റ് ദ ഹോസ്പിറ്റൽ, പോസ്റ്റ്മോർട്ടം ഹോം വിസിറ്റ്സ്, അമ്മയുടെ റിക്കവറി മോണിറ്റർ ചെയ്യുക, കുഞ്ഞിന്റെ ഏർലി ഡെവലപ്മെന്റ് ട്രാക്ക് ചെയ്യുക, കൊച്ചു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ നോക്കുക. ഇതെല്ലാം ഇൻഷുറൻസ് പെയ്ഡ് ആണ്. കരിയർ ഓപ്ഷൻസ് നല്ല ബ്രോഡാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, സ്വന്തം പ്രാക്ടീസ് തുടങ്ങാം, ആസ് എ ബിസിനസ്, ടീച്ചിങ്, റീസർച്ച് അങ്ങനെ പോകും. സ്ട്രോങ് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഡയറക്ട് പേഷ്യന്റ് ആൻഡ് ഹയർ ക്ലിനിക്കൽ ഓട്ടോണമി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഫീൽഡാണ്. മിഡ്വൈഫിനുള്ള ഹൈ ഡിമാൻഡ് കാരണം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന മിഡ്വൈഫ്സിനെയും എനിക്കറിയാം. കൂടാതെ അക്യുപങ്ക്ചർ പോലെ വേറെ സർട്ടിഫിക്കേഷൻസ് എല്ലാം ചെയ്യുന്നതും കാണാറുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നതും കാണാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ പാർട്ട് 2.